കൊച്ചി ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഗുണ്ടാ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാജേഷിനാണ് മർദ്ദനമേറ്റത്. തൃശൂരിലെ ഗുണ്ടാ നേതാവ് ഹരീഷും സംഘവും ചേർന്ന് മുൻ വൈരാഗ്യത്തെ തുടർന്ന് രാജേഷിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ്. എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, വിശദാംശങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട? മോദി, കഴിഞ്ഞ 23-ന് ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം. ഇടപ്പള്ളിയിലാണ് ഇത് ഉണ്ടായത്. മർദ്ദനമേറ്റത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. തൃശ്ശൂരിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രാജേഷിനെ മർദ്ദിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പേന കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു എന്നത് എഫ്ഐആറിൽ ഉണ്ട്. പോലീസ് പറയുന്നത് മുൻവൈരാഗ്യം നിമിത്തമായിരുന്നു ഈ സംഭവം എന്നതാണ്. ഈ രണ്ടുപേരും, അതായത് രാജേഷും മർദ്ദനമേറ്റ രാജേഷും നിരവധി കേസുകളിൽ പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഹരീഷും നിരവധി കേസുകളിൽ പ്രതിയാണ്. എന്തായാലും ഹരീഷിനെ അവിടെ തൃശ്ശൂരിൽ കാപ്പയുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഈ കേസിലേക്ക് ഫോർമർ അറസ്റ്റ്രിയും എളമക്കര പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കൈക്കുരു രാജേഷ് എന്നാണ് ഈ രാജേഷിനെ വിളിക്കുന്നത്. 40ഓളം കേസുകളിൽ പ്രതിയാണ് രാജേഷ്. അതോടൊപ്പം തന്നെ മർദ്ദിച്ച ഈ കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ഹരീഷ്, പുലി ഹരീഷ് എന്നാണ് ഹരീഷിനെ വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും തൃശ്ശൂരിലെ ഗുണ്ടാ സംഘങ്ങളാണ് എന്നതാണ് എളമക്കര പോലീസ് വ്യക്തമാക്കുന്നത്.